ശാന്തമായ ഒരു ഇന്ത്യൻ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് റിയ എന്ന പേരുള്ള ഒരു സെൻകുരു ജീവിച്ചിരുന്നു. അവളുടെ ജ്ഞാനം ദൂരവ്യാപകമായി അറിയപ്പെട്ടിരുന്നു. ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ആവശ്യമായ സമയങ്ങളിൽ അവളുടെ മാർഗനിർദ്ദേശം തേടി. ഒരു ദിവസം അനന്യ എന്ന യുവതി അസ്വസ്ഥമായ മുഖവുമായി മാസ്റ്റർ റിയയെ സമീപിച്ചു. അനന്യയുടെ ഹൃദയം ഭയത്താലും സ്വയം സംശയത്താലും ഭാരപ്പെട്ടിരുന്നു. അവളുടെ ആന്തരിക സംഘർഷങ്ങളെ മറികടക്കാനുള്ള ശക്തിക്കായി അവൾ കൊതിച്ചു. മാസ്റ്റർ റിയ, അനന്യ തുടങ്ങി. അവളുടെ ശബ്ദം ചെറുതായി വിറച്ചു. എനിക്ക് ഭയവും അനിശ്ചിതത്വവും അനുഭവപ്പെടുന്നു. ഈ ഭയത്തെ എനിക്ക് എങ്ങനെ ആത്മവിശ്വാസമാക്കി മാറ്റാനാകും? ശാന്തമായ ഒരു പുഞ്ചിരിയോടെ മാസ്റ്റർ റിയ അനന്യയെ അവളുടെ എളിയ വാസസ്ഥലത്തേക്ക് സ്വാഗതം ചെയ്തു. ഭയത്തിൽ നിന്ന് ഉഗ്രതയിലേക്കുള്ള അവളുടെ യാത്രയിൽ അവളെ നയിക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ തയ്യാറായി. പ്രിയ അനന്യ, മാസ്റ്റർ റിയ തുടങ്ങി. അവളുടെ ശബ്ദം സൗമ്യവും എന്നാൽ ഉറച്ചതുമായിരുന്നു. ഭയം മനുഷ്യാനുഭവത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ്, പക്ഷേ അത് നമ്മെ നിർവചിക്കേണ്ടതില്ല. ഭയത്തെ ആത്മവിശ്വാസമാക്കി മാറ്റുന്നതിനുള്ള വഴി ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് അവ നെയ്തുകൊണ്ട് അവർ ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. നിങ്ങളുടെ ഭയം അംഗീകരിക്കുക. വിധിയില്ലാതെ അവളുടെ ഭയം അംഗീകരിക്കാനും സ്വീകരിക്കാനും മാസ്റ്റർ റിയ അനന്യയെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ ഭയം നിഷേധിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നത് അതിന് കൂടുതൽ ശക്തി നൽകുന്നു, അവൾ വിശദീകരിച്ചു. അത് അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ വേരുകൾ മനസ്സിലാക്കാനും അതിനെ മറികടക്കാൻ തുടങ്ങാനും കഴിയും. നിങ്ങളുടെ ഭയത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കുക. ഭയം പലപ്പോഴും ഉണ്ടാകുന്നത് അനിശ്ചിതത്വത്തിൽ നിന്നോ മുൻകാല അനുഭവങ്ങളിൽ നിന്നോ ആണ്, മാസ്റ്റർ റിയ നിരീക്ഷിച്ചു. അവളുടെ ഭയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്താൻ മാസ്റ്റർ റിയ അനന്യയെ പ്രേരിപ്പിച്ചു. അവ ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്നോ ആന്തരിക വിശ്വാസങ്ങളിൽ നിന്നോ ഉടലെടുത്തതാണോ എന്ന് അവർ അന്വേഷിച്ചു. സ്വയം അനുകമ്പ വളർത്തിയെടുക്കുക. അനുകമ്പയാണ് ഭയത്തിനുള്ള മറുമരുന്ന്, മാസ്റ്റർ റിയ പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭയം എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തന്നോട് ദയയോടെയും വിവേകത്തോടെയും പെരുമാറാൻ മാസ്റ്റർ റിയ അനന്യയെ പ്രോത്സാഹിപ്പിച്ചു. നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട്, മാസ്റ്റർ റിയ അനന്യയെ ഓർമ്മിപ്പിച്ചു. അവളുടെ ഭയത്തിന് ആക്കം കൂട്ടുന്ന നിഷേധാത്മക ചിന്തകളെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കാനും അവയെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങളും ശാക്തീകരണ വിശ്വാസങ്ങളും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനും അവർ അവളെ പ്രേരിപ്പിച്ചു. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് ചെറിയ ചുവടുകൾ എടുക്കുക. ആത്മവിശ്വാസം നിർമ്മിക്കുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ്, മാസ്റ്റർ റിയ വിശദീകരിച്ചു. അനന്യയെ അവളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് ചുവടുവയ്ക്കാനും അവളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ കൈകാര്യം ചെയ്യാവുന്ന ചുവടുകൾ എടുക്കാനും അവർ പ്രോത്സാഹിപ്പിച്ചു. കാലക്രമേണ അവളുടെ കംഫർട്ട് സോൺ ക്രമേണ വികസിപ്പിച്ചു. നിങ്ങളുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നതിലും ശക്തനാണ്, മാസ്റ്റർ റിയ അനന്യക്ക് ഉറപ്പ് നൽകി. അവളുടെ മുൻകാല വിജയങ്ങളിൽ നിന്ന് ആത്മവിശ്വാസം ആകർഷിച്ച് അവളുടെ ശക്തികളിലും നേട്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാസ്റ്റർ റിയ അനന്യയെ പ്രോത്സാഹിപ്പിച്ചു. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. സാന്നിധ്യത്തിൻ്റെയും ആന്തരിക സമാധാനത്തിൻ്റെയും താക്കോലാണ് മൈൻഡ്ഫുൾനെസ്, മാസ്റ്റർ റിയ ഉപദേശിച്ചു. ധ്യാനം, ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പരിശീലനങ്ങളിലൂടെ ശ്രദ്ധാകേന്ദ്രം വളർത്തിയെടുക്കാൻ അവർ അനന്യയെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ മനസ്സിൻ്റെ സംഭാഷണങ്ങൾ ശാന്തമാക്കാനും അവളുടെ ആന്തരിക ശക്തിയുമായി ബന്ധപ്പെടാനും അവളെ അനുവദിച്ചു. പിന്തുണയും മാർഗനിർദ്ദേശവും തേടുക. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല, മാസ്റ്റർ റിയ അനന്യയെ ഓർമ്മിപ്പിച്ചു. അവളുടെ യാത്രയിൽ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകാൻ കഴിയുന്ന സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ വിശ്വസ്തനായ ഒരു ഉപദേഷ്ടാവിൽ നിന്നോ പിന്തുണ തേടാൻ അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. പരാജയത്തെ ഒരു പഠന അവസരമാക്കി സ്വീകരിക്കുക. പരാജയം വിജയത്തിൻ്റെ വിപരീതമല്ല, മറിച്ച് അതിലേക്കുള്ള ചവിട്ടുപടിയാണ്, മാസ്റ്റർ റിയ പറഞ്ഞു. പഠന പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമായി പരാജയം സ്വീകരിക്കാൻ അനന്യയെ പ്രോത്സാഹിപ്പിച്ചു. ഓരോ തിരിച്ചടിയും വളർച്ചയ്ക്കും സ്വയം കണ്ടെത്തുന്നതിനുള്ള
അവസരമായി വീക്ഷിച്ചു. മാസ്റ്റർ റിയ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ അനന്യയ്ക്ക് വ്യക്തതയും നിശ്ചയദാർഢ്യവും തോന്നി. മാസ്റ്റർ റിയയുടെ മാർഗനിർദ്ദേശം കൊണ്ട് തനിക്ക് തടസ്സമാകുന്ന ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും തൻ്റെ ഭയത്തെ ആത്മവിശ്വാസമാക്കി മാറ്റാനുള്ള യാത്ര ആരംഭിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ മാസ്റ്റർ റിയയുടെ ജ്ഞാനപൂർവകമായ മാർഗനിർദ്ദേശത്തിന് കീഴിൽ അനന്യ ഭയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു. അവളുടെ പരിവർത്തനത്തിൻ്റെ താക്കോൽ അവൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന അറിവ് ശാക്തീകരിക്കപ്പെട്ടു. If you love to watch this video, you can like, share and subscribe.